ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് അറ്റ് മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ദാബ സ്റ്റൈൽ ബിണ്ടി മസാലയുടെ റെസിപ്പിയാണ്. പഞ്ചാബി ധാബകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബിണ്ടി മസാല അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ സെയിം ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ എങ്ങനെ നമുക്ക് ഈ ബിണ്ടി മസാല ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും വീഗൻ ആയിട്ടുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് മിസ് ചെയ്യാണ്ട് തന്നെ ഫുള്ള് വീഡിയോ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിണ്ടി മസാല ഉണ്ടാക്കുവാനായിട്ട് ആദ്യമായി തന്നെ നമുക്ക് സ്റ്റൗ എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അടുത്തായി വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കട്ട് ചെയ്ത വെണ്ടയ്ക്ക നമുക്ക് ഇതിലേക്ക് ഇടാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബിണ്ടി മസാല അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഓയിലിൽ. നമ്മൾ നേരിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ലൈമി അല്ലെന്നുണ്ടെങ്കിൽ ആ വഴുവഴുപ്പ് നമ്മുടെ ഈ ഡിഷിന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യമായിട്ട് ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത്. അതുമാതിരി നമ്മൾ വെണ്ടയ്ക്ക സെലക്ട് ചെയ്യുമ്പോൾ അധികം മൂക്കാത്ത പിഞ്ച് വെണ്ടയ്ക്ക തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേസ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമ്മളുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ വെണ്ടയ്ക്ക നല്ല രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള നമ്മളുടെ ഓയിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റൗ നമുക്ക് വീണ്ടും ഓണാക്കിയതിന് ശേഷം നമ്മളുടെ പാനും ഓയിൽ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. പാനിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ഇട്ടതിന് ശേഷം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് 2 ഒനിയൻ ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ വലുതാണെങ്കിലാണ് നമ്മൾ 2 ഉപയോഗിക്കുന്നത്. ഒനിയൻ ചെറുതാണെന്നുണ്ടെങ്കിൽ 3 ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒനിയൻ കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒനിയൻ നന്നായിട്ട് കുക്കായി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റവിൻ്റെ ഫ്ലെയിം നമ്മൾ സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാല നന്നായി റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മളുടെ സവോളയായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തായി നമ്മളിവിടെ 2 ടൊമാറ്റോ നമ്മൾ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് നമ്മൾ 2 എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2.5 3 എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൻ്റെ ലിഡ് വെച്ച് നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് കുക്കാകുന്ന വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ വെണ്ടയ്ക്ക ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം വെറും 1-2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ടോസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആവുന്നതാണ്. ചോപ്പ് ചെയ്ത മല്ലിയെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോ, കുറച്ച് മല്ലിയില, നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മളുടെ ദാബ സ്റ്റൈലുള്ള ബിണ്ടി മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒത്തിരി സ്പൈസസ് ഇല്ല, നല്ല മസാലയുടെ ഫ്ലേവർ ഉണ്ട്. ചപ്പാത്തി, പൊറോട്ട, റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിഷ് തന്നെയാണ്. നിങ്ങൾ കണ്ട മാതിരി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം സജഷൻസ് നമ്മുടെ കമന്റ് സെക്ഷൻ ചെയ്ത് അറിയിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാനും വീഡിയോക്ക് ഒരു ലൈക്സ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.